അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പരിശുദ്ധ റമദാനിന് കൂടി സാക്ഷികളാകുവാനും 17 നോമ്പുകൾ പൂർണ്ണമായി നോൽക്കുവാനും 18ാമത്തെ നോമ്പിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിച്ചേരാനും നമുക്ക് തൗഫീഖ് ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ച നോമ്പുകളും നമ്മൾ ചെയ്ത സ്വതഖകളും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും സമ്പൂർണമായ അമലുകളായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. വളരെ വേഗത്തിൽ റമദാൻ ഓരോ ദിവസങ്ങളായിക്കൊണ്ട് നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് റമദാനും അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് സമയം തികയാത്തതുപോലെ തോന്നുന്ന ഒരവസ്ഥ നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ഇഅ്തികാഫിലിരുന്ന് ഖിയാമുൽ ലൈലൊക്കെ നമസ്കരിച്ചു കഴിഞ്ഞ് അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കൊന്നും സാധിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് പോകും മുമ്പ് നമ്മളൊക്കെ ഈ ഒരു സമയത്ത് തന്നെ ഇനി വരുന്ന ദിനരാത്രങ്ങൾ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞ എടുക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ പലരും മനസ്സുകൊണ്ട് നിയ്യത്താക്കിയിട്ടുണ്ടാകും, ഇനിയൊരു റമദാൻ എനിക്ക് കിട്ടിയാൽ അത് കഴിവിന്റെ പരമാവധി ഞാൻ ഉപയോഗപ്പെടുത്തും എന്നുള്ളത്. അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്ത ഒരു ഉറപ്പാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇതാ ഒരു റമദാൻ കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് കാത്തിരുന്ന പല ആളുകളും ചിലപ്പോൾ അത് ലഭിക്കാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. റമദാൻ എത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പും ആഴ്ചകൾക്ക് മുമ്പും റമദാനിന്റെ തലേ ദിവസവും ഒക്കെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് കിട്ടാത്ത ഒരവസരം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ സഹോദരങ്ങളെ, അവർക്കില്ലാത്ത ചോദ്യങ്ങൾ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ആരാധനകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിന്റെ ഉദ്ദേശം തഖ്വ നേടിയെടുക്കാനും സൂക്ഷ്മം നേടിയെടുക്കാനും സംസ്കരണം നേടിയെടുക്കാനും സമൂലമായ പരിവർത്തനത്തിന് നമ്മളെ വിധേയമാക്കുന്നതിനും വേണ്ടിയാണ്. ഒരു വാപ്പ തന്റെ മകന്റെ പിന്നാലെ നടന്നുകൊണ്ട് മകനെ നന്നാകണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നിരന്തരമായിക്കൊണ്ട് നമുക്ക് പല പല കർമ്മങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടി. പരിപൂർണമായി ശുദ്ധീകരിക്കാത്ത ഒരൊറ്റ മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അതിവിടെ നിന്ന് തന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മറ്റേ ഐച്ഛികമായ തതവ്വുആയിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ഉത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബ് വഅഖിമിസ് സ്വലാത്ത് ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വേദഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് വഹി നൽകിയത് നീ പാരായണം ചെയ്തുകൊള്ളുക. അതോടൊപ്പം തന്നെ നീ നമസ്കാരം നിലനിർത്തുക. എന്തിനാണ് നമസ്കാരം നിലനിർത്തുന്നത്? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ വിധത്തിലുള്ള മോശം സ്വഭാവങ്ങളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും മ്ലേച്ഛ കർമ്മങ്ങളിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്നതിനാണ് നമസ്കാരം. സമൂലമായ ഒരു പരിവർത്തനം. 5 നേരം നമസ്കരിക്കുന്നവൻ 5 നേരം ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ ശരീരം ശുദ്ധിയാകുന്നത് പോലെ മനസ്സ് പാപത്തിൽ നിന്ന് സുരക്ഷിതരാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരിൽ നിന്ന് സക്കാത്തിന്റെ നിർബന്ധ ദാനം നീ പിടിച്ചു വാങ്ങുക. എന്തിനു വേണ്ടിയാണ്? അവരെ തുതഹിറുഹും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അവരുടെ ധനം അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ദൂരത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഒക്കെ അവരെ ശുദ്ധീകരിക്കണം. വതുസക്കീഹിം, അതിലൂടെ അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു, മൻ ഹജ്ജലില്ല ഫലം യർഫുസ് ഫലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മു. ഒരാൾ യാതൊരു രീതിയിലുമുള്ള ലൈംഗികമായ ചിന്തകളോ മോശമായ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടാതെ മഖബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ചെയ്തുകൊണ്ട് മടങ്ങി വരുന്നുണ്ട് എങ്കിൽ റജഅക യൗമി വലദതുഹു ഉമ്മു, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എത്രത്തോളം പരമപരിശുദ്ധനാണോ ആ രീതിയിൽ ഒരു കുഞ്ഞിനെ പോലെ അവൻ ആയിത്തീരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ചും പറഞ്ഞു, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മറ്റു സമുദായങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ്. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും നമ്മളെ ശുദ്ധീകരിക്കാൻ 5 നേരത്തെ നമസ്കാരം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ആഴ്ചയിലാണ് ഒരാൾക്ക് ശുദ്ധീകരിക്കേണ്ടതെങ്കിൽ
തിങ്കളും വ്യാഴവും നോമ്പ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാസത്തിൽ ഒരാളെ ശുദ്ധീകരിക്കാൻ അയ്യാമുൽ ബീദിന്റെ 13, 14, 15 നോമ്പുകൾ നോൽക്കുന്നവൻ 30 ദിവസം നോമ്പ് നോറ്റതുപോലെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരാൾ വർഷത്തിലാണ് ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നോമ്പും സക്കാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആയുഷ്കാലത്തിൽ എപ്പോഴെങ്കിലും ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ കുട്ടി അവനെ നന്നാക്കുന്നതിന് വേണ്ടി സ്വന്തം വാപ്പ അവന്റെ പിന്നാലെ നടക്കുന്നത് പോലെ നമ്മളുടെ പിന്നാലെ നടന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് പരമപരിശുദ്ധരാക്കി നമ്മളെ മാറ്റിക്കൊണ്ട് പാപത്തിൽ നിന്ന് സുരക്ഷിതരായിക്കൊണ്ട് ഒരു പാപം പോലും അവശേഷിക്കാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമായ സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും പുറംതിരിഞ്ഞു നിന്നുകൂടാ. ഈ ദിവസങ്ങൾ, ഈ അവസരങ്ങൾ കഴിവിന്റെ പരമാവധി ഉപയോഗിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിലൊക്കെ സ്വാഭാവികമായിക്കൊണ്ട് ആദ്യത്തെ ആ ഭക്തിയൊക്കെ പോയി അതൊരു സാധാരണ ഒരു കാര്യമായിക്കൊണ്ട് നോമ്പിനെ സമീപിക്കുന്ന ഒരവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹോദരന്മാരെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ നോമ്പിൽ നമുക്ക് എത്രത്തോളം ഭക്തി ഉണ്ടായിരുന്നോ അതേ ഭക്തിയോടുകൂടി ഈ നോമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും, കർമ്മങ്ങൾ മാത്രമല്ല നമ്മളാകുന്ന മനുഷ്യരെ സംബന്ധിച്ച് പോലും അവസാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വചനങ്ങളൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്ത് കൊണ്ടാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് കാണാം, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, അവസാനം അനുസരിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. ആദ്യം നന്നായത് കൊണ്ട് കാര്യമില്ല, അത് കർമ്മത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നന്നാകണം. നമസ്കാരത്തിൽ കൈ കെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ ആ കൈ കെട്ടുമ്പോഴുള്ള ഭക്തി അവസാനം വരെ നിലനിർത്തുമ്പോഴാണ് ആ നമസ്കാരം സ്വീകാര്യപ്രദമായി തീരുക. നോമ്പിന്റെ അത്താഴം കഴിച്ചത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് അള്ളാഹുവെ ഞാൻ നിനക്ക് വേണ്ടി ക്ഷമിച്ചു, സഹിച്ചു, വെള്ളം കുടിക്കാതിരുന്നു, ഭോഗാസക്തിക്ക് വിരാമം കുറിച്ചു, ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു എന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള സമർപ്പണമാണ് നോമ്പ്. നോമ്പ് അവസാനം നമ്മൾ എന്ന് പറയുമ്പോൾ ഇതിലൊരു പ്രാർത്ഥനയില്ല, മറിച്ചൊരു സമർപ്പണമാണ്. എന്റെ ദാഹം ഞാൻ സഹിച്ചു നിന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളം തന്നുകൊണ്ട് എനിക്ക് ആ ദാഹം ശമിപ്പിച്ചു തന്നു. എന്റെ തൊണ്ട വരണ്ടുകൊണ്ട്, എന്റെ ഞരമ്പുകൾ വരണ്ടുകൊണ്ട് ഞാൻ ഇത്രയും സമയം കാത്തിരുന്നു. റബ്ബേ, അതിലൊരു വിരാമം കുറിച്ചുകൊണ്ട് നിന്റെ വെള്ളം കുടിച്ചത് നനഞ്ഞു കഴിഞ്ഞു, ഇത് ഭൗതികമായി സംഭവിച്ചു കഴിഞ്ഞു. ആ ഒരു ദിക്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന വാക്കാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇൻഷാ അല്ലാഹ് എന്ന വാക്കാണ്. വസബത്തൽ അജ്റു, പ്രതിഫലം ഉറപ്പായി. നമുക്ക് എത്ര പ്രതിഫലം ഉറപ്പായി നമുക്കറിയുമോ? ഈ 17 നോമ്പ് നമ്മളിൽ നിന്ന് കടന്നുപോയി. ഏതെങ്കിലും ഒരു നോമ്പ് പിടിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരൊറ്റ മനുഷ്യനും പറയാൻ കഴിയില്ല. ദാഹം ശമിച്ച നമുക്കറിയാം, ഞരമ്പുകൾ നനഞ്ഞ് നമുക്കറിയാം. പക്ഷെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ എല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്, എന്റെ ഈ കർമ്മം നീ സ്വീകരിക്കണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാമായിരുന്നു കഅബ മന്ദിരം പണി കഴിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ്. ഞാൻ അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകനാണ് എന്നറിയാമായിരുന്നു. ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള തൗഹീദിന്റെ ഭവനമാണ് ഞാൻ പണി കഴിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയാം. എങ്കിലും അതിന്റെ അസ്ഥിവാരം ഇട്ടതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ പ്രവാചകൻ പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്കിൽ സഹോദരന്മാർ, നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് ഞാൻ വെള്ളം കുടിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചു, എന്റെ നോമ്പ് സ്വീകരിച്ചു, അത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് എന്തൊക്കെ അപാകതകൾ വന്നിട്ടുണ്ടാകും? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു മേടിക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് അവസാനം വരെ നിലനിൽക്കണം. മരണം വരെ നമ്മൾ കർമ്മങ്ങൾ ചെയ്താലാണ് സ്വർഗം. നമ്മളൊരു 40 വയസ്സ് വരെ ചെയ്തു 40ാമത്തെ വയസ്സിന്റെ അവസാനത്തിൽ നമ്മൾ കുഫ്ർ ചെയ്തു, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ, നമസ്കാരം അടക്കമുള്ളതെല്ലാം ഒഴിവാക്കി. അള്ളാഹു വിചാരിക്കും പണ്ടൊക്കെ നിസ്കരിച്ച ഒരു നല്ല ആളാണ്, പണ്ടത്തെ അവന്റെ ആ നിസ്കാരം എല്ലാം പരിഗണിച്ച് അവനെ സ്വർഗത്തിലിട്ടേക്കാം. ഇല്ല സഹോദരന്മാരെ, അവസാന ശ്വാസം നന്നാകണം. ആ അവസാന ശ്വാസം വരെ നിലനിർത്തിക്കൊണ്ടുപോയി നമുക്ക് സാധിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. മഹാന്മാരായ സ്വഹാബത്ത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും.
അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി അവാഖിറഹു വഖൈറ അമലി ഖവാതിമഹു വഖൈറ അയ്യാമി യൗമ ലിഖാഇക്. അല്ലാഹുമ്മ ഇജ്അൽ, അല്ലാഹു നീ ആക്കണമേ, ഖൈറ ഉംരി അവാഖിറഹു, ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, എന്റെ ആയുസ് എത്ര ഉണ്ട് എന്നതല്ല കാര്യം, അതിന്റെ അവസാന ഭാഗം നന്നാക്കണമേ. വഖൈറ അമലി ഖവാതിമഹു, എന്റെ നോമ്പായിരുന്നാലും നമസ്കാരമായിരുന്നാലും എന്തായിരുന്നാലും അതിന്റെ അവസാന ഭാഗം നന്നാക്കണമേ. വഖൈറ അയ്യാമി യൗമ ലിഖാഇക്, ഞാൻ 90 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിലും, ഒരുപാട് നല്ല നല്ല ദിവസങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എങ്കിലും, റബ്ബേ നിന്നെ കണ്ടുമുട്ടുന്ന ലിഖാഇന്റെ ദിവസം അത് നീ നന്നാക്കണമേ റബ്ബേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സഹോദരന്മാരെ, നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളെ നന്നാക്കാൻ മരണചിന്തക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അവസാനത്തിനെ കുറിച്ചുള്ള ചിന്തക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത, നമ്മളുടെ അമലിന്റെ ആഖിറത്ത്, അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആഖിറത്ത്, യഥാർത്ഥ ആഖിറം, ആ ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം, അതിനെക്കുറിച്ചുള്ള ചിന്ത, അത് മാത്രമേ നമ്മളെ നന്നാക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അദ്ദുനിയാ മുർത്തഹിലത്തുൻ ദാഹിബ, ഈ ദുനിയാവ് അത് സഞ്ചരിച്ച് നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജന്മദിനങ്ങളും വരുമ്പോൾ നമ്മളിലേക്ക് ഇതാ ഒരു നല്ല ദിവസം കൂടി വന്നു എന്ന് വിചാരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരു വർഷം കൂടി പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മളിൽ നിന്ന് ഒരു റമദാൻ കഴിഞ്ഞു, നമ്മുടെ ആയുസ്സിൽ അല്ലാഹു നൽകാമെന്ന് പറഞ്ഞ റമദാൻ കഴിഞ്ഞു. അതുപോലെ വെള്ളിയാഴ്ചകൾ കഴിയുന്നു, അതുപോലെ തന്നെ അയ്യാമു തശ്രീഖുകൾ കഴിയുന്നു. നമ്മൾ ആലോചിക്കണം, മുർത്തഹിലത്തുൻ ദാഹിബ, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വല്ല ആഖിറത്തു മുർത്തഹിലത്തുൻ ഖാദിമ, എന്നാൽ ആഖിറത നടന്ന് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിക്കുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ, ഈ രണ്ടിനുമുണ്ട് സന്താനങ്ങൾ. അതായത് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിനും നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ആഖിറത്തിനുമുണ്ട് സന്താനങ്ങൾ. അതിന്റെ ആളുകൾ രണ്ടിനുമുണ്ട്. വഇനിസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ലാ തകൂനു ബനി ദുനിയാ, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളാകരുത്. ഈ ദുനിയാവ് എന്നെന്നും ഉണ്ടാകുമെന്ന നിലക്ക് അതിൽ ജീവിച്ചു തീർക്കുന്ന ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറരുത്. വഅൻതും അൽയൗമ ഫീ ദാരിൽ അമൽ വലാ ഹിസാബ്, നിങ്ങൾ ഇന്നുള്ള ഈ ലോകമുണ്ടല്ലോ അത് ദാറുൽ അമലാണ്, പ്രവർത്തിക്കാനുള്ള ലോകമാണ്. വലാ ഹിസാബ്, ഇവിടെ ഒരു ഹിസാബുമില്ല. നമ്മളോട് ആരും ചോദിക്കൂല, ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ബാധ്യതയുമില്ല. നീ നമസ്കരിച്ചോ, അല്ലെങ്കിൽ നീ എത്ര റക്അത്ത് നമസ്കരിച്ചു, സുന്നത്ത് നമസ്കരിച്ചോ, നീ നോമ്പ് പിടിച്ചോ, ഇതിനൊന്നും ആരോട് നമ്മൾ മറുപടി പറയണ്ട. ഇത് അള്ളാഹു നമ്മൾ മാത്രമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അമലുകളുടെ ലോകമാണ്. ഫഫ്അലു, നിങ്ങൾ ഇഷ്ടം പോലെ പ്രവർത്തിക്കുക, അതിനുള്ള അവസരം തുറന്നിട്ട് തന്നിരിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇഷ്ടം പോലെ പ്രവർത്തിച്ചുകൊള്ളുക. വഗദൻ, എന്നാൽ നാളെ ഒരു ദിവസമുണ്ട്. അതെന്താണ്? ദാറുൽ ഹിസാബ് വലാ അമൽ, അവിടെ ഹിസാബിന്റെ ലോകമാണ്, അമലില്ല. അമലിനുള്ള നമ്മുടെ അവസരമെല്ലാം ഇവിടെ നിന്ന് കഴിഞ്ഞു. അവിടെ അള്ളാഹു ചോദിക്കും, നിനക്ക് 1447 ഹിജറ വർഷം റമദാൻ മാസം തന്നു, നീ ഇത് എത്രത്തോളം ഉപയോഗപ്പെടുത്തി? സഹോദരങ്ങളെ, ആ 1447 റമദാൻ 17ാമത്തെ നോമ്പ്, 17 വരെയുള്ള നോമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരില്ല. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചോ അതൊക്കെ നമുക്ക് കിട്ടി. അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ പ്രശ്നമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് റബ്ബിനോട് പ്രതിജ്ഞ ചെയ്യാൻ നമുക്ക് ഈ ദിനരാത്രങ്ങളിൽ സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ നോമ്പ് തന്നത് തഖ്വ നേടുന്നതിന് വേണ്ടിയാണ്. നമ്മളൊക്കെ ഖുത്ബകളിലും പ്രസംഗങ്ങളിലും ഒക്കെ കേൾക്കാറുണ്ട്, ഫലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണത്. വലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. നമുക്ക് കാണാം, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത്, കാഫിറായിട്ട് മരിക്കരുത്. നമ്മൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോകും. അതിന്റെ മാനദണ്ഡമായിട്ട് എന്താണ് റബ്ബ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട നിലക്ക് സൂക്ഷിച്ച് തഖ്വയുള്ളവരായിക്കൊണ്ട് മാറുക. ആ തഖ്വ നേടിയെടുക്കാനാണ് നമുക്ക് നോമ്പ്. തഖ്വയില്ലാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അവൻ മുസ്ലിം അല്ലാതെ മരിക്കും എന്ന് ഓരോ ഉപദേശങ്ങളിലും ആവർത്തന വിരസത ആരോപിച്ചാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. നമ്മളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ സഹോദരന്മാർ നമുക്ക് സാധിക്കണം. ഈ ചിന്തകളൊക്കെ വരണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഏറ്റവും അധികം ചിന്തിക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജോലിയെക്കുറിച്ചോ, നമ്മുടെ മക്കളെക്കുറിച്ചോ, നമ്മുടെ ഭാര്യയെക്കുറിച്ചോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയവിയായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചോ ആണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ ആലോചിക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്. നമ്മൾ എന്തിന്റെ പിന്നാലെ ഓടുന്നോ അതിനെയൊക്കെ നശിപ്പിച്ച് കളയുന്ന മരണം എന്ന യാഥാർത്ഥ്യം. ഹസൻ ബസർ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഏറ്റവും ജനങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം എന്താണ്? അത് മരണമാണ്. ഏറ്റവും ഉറപ്പുള്ള കാര്യം മരണമാണ്.
ലോകത്ത് ഒരു സംഘടനകളും പ്രസ്ഥാനങ്ങളും തമ്മിൽ സംവാദമില്ലാത്ത വിഷയം അത് മരണമാണ്. ഒരു യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും ഭൗതികവാദിക്കും ഒന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല മരണം എന്ന വിഷയത്തിൽ. പരലോകത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ ഏറ്റവും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യവും മരണം തന്നെയാണ്. ഹസൻ ബസരി റഹ്മഹുല്ല പറയുകയാണ്, അക്സിറു ദിക്റ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അഖല്ലു ദിക്റ, ഏറ്റവും കുറഞ്ഞ ചിന്ത നമുക്കുണ്ടോ അത് മരണത്തിനെ കുറിച്ചാണ്. പലപ്പോഴും മരണത്തിനെ കുറിച്ച് നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് വളരെ സൂക്ഷിച്ചു പോകണമല്ലോ, ആക്സിഡന്റ് ഒക്കെ ഉണ്ടായാലെന്നൊക്കെ പറഞ്ഞാൽ തന്നെ വീട്ടുകാർക്ക് പേടിയാണ്. അതിനെ കുറിച്ചൊന്നും പറയല്ലേ, അതിനെ കുറിച്ച് മിണ്ടണ്ട, മരണത്തെ കുറിച്ച് പറയണ്ട. ഏതെങ്കിലും ഒരു പക്ഷി കരഞ്ഞാൽ, ചില സന്ധ്യാസമയത്ത് കരയുന്ന പക്ഷി കരയുമ്പോൾ നാളെ ഒരു മരണം സംഭവിക്കും, എല്ലാവർക്കും പേടിയാണ്. മരണം എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാണ്. സഹോദരങ്ങൾ, നമ്മൾ മരണത്തിനെ കുറിച്ച് ഓർത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മരണം പെട്ടെന്ന് പിടികൂടും എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നമ്മൾ മരണത്തിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞു, എല്ലാവരും ഓർക്കാൻ പേടിയെന്ന് വെച്ചാൽ നമ്മളങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹ്യ ഇബ്നു മുആദ് റഹ്മഹുല്ല, അദ്ദേഹം മഹാനായ താബഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, മൻ അക്സറ ദിക്റൽ മൗത്ത്, ആരെങ്കിലും മരണത്തിനെ കുറിച്ച് ഏറ്റവും അധികം ഓർത്തു എന്ന് വിചാരിക്കുക, ലം യമുത് ഖബല അജലിഹി, എന്ന് വെച്ച് അവനെ അവധി വരാതെ മരിച്ചു പോവില്ല. നിങ്ങൾ കുറെ മരണത്തിനെ കുറിച്ച് ഓർത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്നൊന്നും മരിച്ചു പോകും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്കൊരു അവധിയുണ്ട്, ആ അവധി വന്നിട്ട് നിങ്ങൾ മരിക്കുകയുള്ളൂ. പക്ഷെ വേറൊരു ഗുണമുണ്ട്, വേറെ ചില ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടും. ഫയദ്ഖുലു അലൈഹി സലാസ ഖിസാല മിനൽ ഖൈർ, ചില നല്ല നന്മകൾ അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. ഈ മരണത്തിനെ കുറിച്ച് ചിന്ത ഉണ്ടെങ്കിൽ ചില നന്മകൾ പ്രവേശിക്കും. അതിൽ ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ കാര്യം അൽ മുബാദിറത്തു ഇല തൗബ, തൗബയിലേക്ക് വേഗത്തിൽ ഓടിയെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ഗുണം. സഹോദരങ്ങൾ, നാളെ ഹർത്താലാണെന്ന് പറഞ്ഞാല് നമ്മൾ ഇന്ന് സന്ധ്യക്ക് ഓടും എല്ലാ സാധനങ്ങളും മേടിച്ചു വെക്കാൻ വേണ്ടി. നമ്മൾ ഉടനെ ഓടി എല്ലാം റെഡിയാക്കും. നാളെ പെട്രോൾ പമ്പ് എല്ലാം ലീവാണെന്ന് നമ്മൾ പെട്ടെന്ന് അറിഞ്ഞാല് നമ്മൾ ഉടനെ തന്നെ പോയിട്ട് കുപ്പിയിലോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ നിറച്ചു വെക്കും. എന്താണ്, ഒരു മുൻകരുതൽ നമ്മൾ എടുക്കും. പക്ഷെ നമ്മൾ നാളെ മരിക്കും എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അതിൽ നമ്മൾ അശ്രദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാളെ മരിക്കും. നമ്മളോടൊപ്പമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലപ്പോഴും സഹോദരന്മാർ നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ഒരുപാട് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടാവും, ഒരുപാട് മയ്യത്തിനെ കഫൻ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവും. ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും മയ്യത്ത് കുളിപ്പിക്കാനും എപ്പോഴും മയ്യത്ത് കഫൻ ചെയ്യാനും കബറടക്കാനും അതുപോലെ മയ്യത്ത് നിസ്കരിക്കാനും ഒക്കെയുള്ള ആളുകളാണ്. പക്ഷെ ഇതൊക്കെ നമുക്കുണ്ടാകുന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഏത് സമയത്താണ് നമുക്ക് ഒരാൾക്കും അറിയാൻ സാധിക്കില്ല. ഒരു വയറുവേദന വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അവസാനം ടെസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോൾ 4th സ്റ്റേജിലാണെന്ന് അറിയുമ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് ബോധം വരിക. ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മൾ മനസ്സിലാക്കും. സഹോദരന്മാരെ, അപ്പോഴേക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സമയം ഉണ്ടാവും, ICUലായിരിക്കും, വെന്റിലേറ്ററിലായിരിക്കും, ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് പുറത്തുനിന്ന് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ഒരു ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ നമുക്ക് സമയമില്ലായിരുന്നു. വിനോദങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പൊ മരണത്തിനെ കുറിച്ച് ഓർത്താൽ നമുക്ക് ഒന്നാമതായിക്കൊണ്ട് തൗബ ചെയ്യാൻ നമ്മൾ സമയം നീക്കി വെക്കൂല. അവസാനത്തെ 10 വരട്ടെ നമ്മൾ ചിന്തിക്കൂല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അൽ ഖനാഅത്ത് ബിറിസ്ഖിൻ യസീർ, ചെറിയ ഉപജീവനം കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്നുള്ളതാണ്. അതെന്താ കാരണം? ഞാൻ എത്ര സമ്പാദിച്ചാലും ഞാൻ മരിക്കും. ഞാൻ എത്ര കോടീശ്വരനാണെങ്കിലും ഞാൻ മരിക്കും. ഒരുപാട് കോടീശ്വരന്മാർ മരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇപ്പോഴും മരിച്ചിട്ടുണ്ടാവും. ഇനി എനിക്ക് വളരെ കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ, എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്റെ കുടുംബത്തിനുള്ള അത്യാവശ്യം, എന്നാലും ഞാൻ മരിക്കും. പക്ഷെ അവിടെ നമുക്കൊരു തൃപ്തി ഉണ്ടാകും. അൽ ഖനാഅത്ത് ബിറിസ്ഖിൻ യസീർ, ചെറിയ ആ വരുമാനത്തിൽ തൃപ്തിപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് മറ്റൊരു ഗുണം, ഹറാമിലേക്ക് നമ്മൾ പോകില്ല എന്നുള്ളതാണ്. ഹറാമിലേക്കും പലിശയിലേക്കൊന്നും നമ്മൾ പോകില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നശാത്ത് ഫിൽ ഇബാദ, ഇബാദത്തിൽ നല്ല ഉന്മേഷം കിട്ടും. നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നിസ്കാരത്തിന്റെ രൂപം എന്തായിരിക്കും? എത്ര ഭക്തിയോടായിരിക്കും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുക. നമ്മളിപ്പോ തറാവീഹ് നിൽക്കുമ്പോൾ ഇമാമ് കുറച്ച് കൂടുതൽ ഓതിയാല് നമുക്ക് ദേഷ്യം പിടിക്കും. അയാൾ അടുത്ത ആയത്ത് ഓതിക്കഴിഞ്ഞു. എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. കൂടുതൽ ഓതുമ്പോൾ നമ്മുടെ കാല് വേദന എടുക്കും. നമ്മൾ ആലോചിക്കണം, സഹോദരങ്ങളെ, കുറച്ച് കാല് വേദന എടുക്കട്ടെ, ഞാൻ ഉറക്കം തൂങ്ങി മറിഞ്ഞു വീഴട്ടെ, ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാനെങ്കിലും സാധിക്കട്ടെ. നമുക്ക് കുറച്ചെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ നമുക്ക് കഴിയണ്ടേ? നമ്മൾ സുഖമായിട്ട് നോമ്പ് പിടിക്കുന്നു, സുഖമായിട്ട് നോമ്പ് തുറക്കുന്നു, വളരെ സുഭിക്ഷയാണ് നമ്മുടെ അവസ്ഥ. ഒന്ന് അൽഹംദുലില്ലാഹ് എന്ന് പോലും മനസ്സറിഞ്ഞുകൊണ്ട് പലപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം നമുക്കൊരു കഷ്ടപ്പാടില്ല, ഒരു പ്രയാസമില്ല. നമുക്ക് ഈ പള്ളിയിൽ നോമ്പ് പറയില്ലെങ്കിൽ നമ്മൾ അടുത്ത പള്ളിയിലേക്ക് ഓടും. അല്ലെങ്കിൽ വീട്ടിലുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്.
പക്ഷെ ചിലപ്പോ നമ്മുടെ പള്ളിയിൽ വരുന്ന ആൾക്ക് ചിലപ്പോ ഇതായിരിക്കും ആകെയുള്ള രത്താണി. ഇതില്ലെങ്കിൽ അന്ന് അവന് നോമ്പുറക്കാൻ ഒരു രക്ഷയില്ലാത്ത ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കും. വായിലൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകൾ ട്യൂബിലൂടെ, മൂക്കിലൂടെ ഭക്ഷണത്തിന് പകരം ജ്യൂസ് ആക്കിക്കൊണ്ട് ഭക്ഷണം കയറ്റിവിട്ട് അതിലൂടെ അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കും. സഹോദരങ്ങളെ, മരണത്തിനെ കുറിച്ച് ഓർമ്മ വേണം. നമ്മളെ ഇബാദത്ത് അത് ഇന്ന് തീർന്നു പോയാൽ, നബി സല്ലല്ലാഹു പറഞ്ഞതാണ് സല്ലി സ്വലാത്ത മുവദ്ദിഇൻ. നിങ്ങൾ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്? വിടവാങ്ങുന്നവന്റെ നമസ്കാരം നിസ്കരിക്കണം. ചിലപ്പോൾ നമ്മൾ നിസ്കരിച്ച അസ്റായിരിക്കും നമ്മുടെ അവസാനത്തെ നമസ്കാരം. എപ്പോഴാണ് മരണത്തിന്റെ ദൂതൻ നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ രീതിയിൽ മരണത്തിനെ സ്മരിക്കുന്ന ആളുകളായിക്കൊണ്ട് സഹോദരന്മാരെ നമുക്ക് മാറാൻ സാധിക്കണം. ആ മരണത്തിനെ ഓർത്താൽ സഹോദരങ്ങളെ നല്ല മരണം നമുക്ക് കിട്ടും. എപ്പോഴും മരണത്തിനെ ഓർത്താല് നല്ല മരണം നമുക്ക് കിട്ടും. ആ മരണം വരെ നന്നാകാൻ നമുക്ക് സാധിക്കും. നമ്മളൊക്കെ ഒരുപാട് മരണത്തിന് സാക്ഷ്യം വഹിച്ച ആളുകളാണ്. നമ്മുടെയൊക്കെ ബന്ധുക്കൾ പല ആളുകൾ മരിക്കാറുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വല്യപ്പ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ അവിടെ സാക്ഷിയാകാൻ സാധിച്ചെങ്കിൽ അവർക്ക് എന്താണ് നമ്മളോട് പറയാനുണ്ടായിരുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ തരാനേ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്കത് സാധിക്കുമോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് തയ്യാറാകാൻ സഹോദരന്മാരെ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആഖിറ്, നമ്മൾക്കൊരു ആഖിറത്തുണ്ട്. അതെന്താണ്? നമ്മുടെ മരണമാണ്. അതുവരെ നന്നാകാൻ നമുക്ക് സാധിക്കണം. അതാണ് അവസാനം നന്നാകുക എന്ന് പറഞ്ഞാല് നമ്മുടെ അവസാനം എന്താ നമുക്കറിയില്ല. അതുവരെ നമ്മൾ നന്നായിരിക്കണം. ഏതായിരുന്നാലും മരണം ഒരുപോലെയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപോലെയല്ല. ഈ ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഒരുപോലെയല്ല മരിക്കുന്നത്. അം ഹസിബല്ലദീന യജ്തറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈമാനും അമലു സ്വാലിഹാത്തും ഒക്കെയുള്ള ആളുകളും ഇവിടെ കുറ്റവാളികളായിക്കൊണ്ട് ജീവിച്ച, തോന്നിവാസികളായിക്കൊണ്ട് ജീവിച്ച ആളുകളും എല്ലാവരും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സവാഉൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണമൊക്കെ ഒരുപോലെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സാഅ മാ യഹ്കുമൂൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് വളരെ മോശമായ വിധിയാണ്. അപ്പൊ ഒരുപോലെയല്ല മരണം നമ്മൾ ആദ്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. സഹോദരന്മാർ, ഞാൻ ഇനി സൂചിപ്പിക്കുന്നത് സ്വഹാബാക്കൾ, താബിഈങ്ങൾ, തബഅ താബിഈങ്ങളായ ആളുകൾ, ഇവരൊക്കെ മരണത്തിനെ ഓർത്തുകൊണ്ട് ജീവിച്ച അക്സിറു ദിക്ര എന്നൊരു വിശ്വാസം പറഞ്ഞ ആ ദിക്ർ കൃത്യമായിക്കൊണ്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് മരണം എന്നവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവരൊക്കെ മരണത്തിനെ സ്വീകരിക്കുകയായിരുന്നു. മരണം വരുന്ന സന്ദർഭം നമ്മളൊക്കെ ഇപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് ദാരുണമായി മരിച്ചു നമ്മൾ പറയും. അലി ഇബ്നു അബീ ത്വാലിബ് വെട്ടേറ്റുകൊണ്ട് മരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 82ാമത്തെ വയസ്സിൽ വെട്ടിയും കുത്തിയും താടി രോമങ്ങളിൽ കൂടെ ചോര ഇറ്റ് വീണു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വാഗ്ദാനം ചെയ്ത സന്തോഷ വാർത്ത അറിയിച്ച ആളുകളാണ് ഇവരൊക്കെ. പക്ഷെ നമ്മളൊക്കെ ദാരുണം എന്ന് പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ദാരുണമാണ് എന്ന് ചരിത്രം വായിച്ച് നമുക്ക് മനസ്സിലാവുകയില്ല. അവർക്ക് ആ വെട്ടും കുത്തും ഒന്നുമല്ല പ്രശ്നം. ഇനി അങ്ങോട്ടുള്ള മരണമാകുന്ന വാതിൽ കടന്നുകൊണ്ട് ഞാൻ ചെന്നെത്തുന്ന സ്ഥലം എങ്ങനെയാണ്, ഇത് മാത്രമായിരുന്നു അവരുടെ ചിന്ത. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ മഹത്തായ ഉപദേശങ്ങൾ അവരുടെ മരണക്കിടക്കയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അസ്സബാത്തു ഇൻദൽ മമാത്ത് എന്നൊരു ഗ്രന്ഥമുണ്ട് ഇമാം ഇബ്നു ജൗസി റഹ്മഹുള്ളയുടെ. അതിൽ പറയുന്നത് സ്വഹാബത്ത് മുതൽ താഴേക്ക് ഓരോ മഹാന്മാരുടെയും ഓരോ മുൻഗാമികളുടെയും വഫാത്തിന്റെ സമയത്ത് അവർ പറഞ്ഞ വാക്കുകളാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ കുത്തേറ്റ് കിടക്കുന്ന ആള്, ഈ വെട്ടേറ്റ് കിടക്കുന്ന ആള് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുക എന്ന് നമ്മൾ വിചാരിച്ചു പോകും. സഹോദരങ്ങളെ, മരിക്കാൻ കിടക്കുന്ന ഒരു വയസ്സായ ആളോട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാല് അവര് പലപ്പോഴും പറയാൻ സാധ്യതയുള്ളത് ഈ പഴയ വീടൊക്കെ ഒന്ന് പൊളിച്ച് അതൊക്കെ ഒന്ന് മാറ്റി നല്ല മാർബിൾ ഇട്ട തറയൊക്കെ ഉള്ള ഒരു വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരു കൊതി ഉണ്ടായിരുന്നു. എന്റെ പേരക്കുട്ടി ഡോക്ടറായി കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനത്തെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് നിന്ന് എന്തെങ്കിലും ഭക്ഷണം അതൊന്ന് കഴിക്കാൻ കൊതി തോന്നുന്നു. എന്നാൽ 2 റക്അത്ത് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കണം എന്ന ആഗ്രഹം പറയുന്ന പല ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല. സഹോദരങ്ങളെ, ആ രീതിയിൽ ഈ ലോകത്തിനോട് അത്രയധികം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകളായതുകൊണ്ടാണ്. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തുമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അവിടെ വെച്ചുകൊണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ ഏത് വാതിലുകൾ കൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം കിട്ടുന്ന ഒരാളുണ്ട്. സ്വഹാബത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് ചോദിച്ചു, പ്രവാചകൻ ആരാണത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു,
അത് താങ്കൾ തന്നെയാണ് അബൂബക്കർ. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ആർക്കാണ് കിട്ടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു. അംർ ഇബ്നു ആസിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നല്ല സ്നേഹമായിരുന്നു. അതൊന്ന് പ്രവാചകന്റെ വായിൽ നിന്ന് കേൾക്കണം. അതിനുവേണ്ടി ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് താങ്കളുടെ ഉമ്മത്തിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ മറുപടി പറഞ്ഞു, ആയിഷ ബിൻത് അബൂബക്കർ, അബൂബക്കറിന്റെ മകൾ ആയിഷ എന്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്. വീണ്ടും ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരാണ്? അപ്പോഴെങ്കിലും തന്റെ പേര് പറയാൻ ആഗ്രഹിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, അബൂഹ, അവളുടെ വാപ്പയാണ്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് സദസ്സിനോട് ചോദിക്കുകയാണ്, ഇന്ന് ആരൊക്കെയാണ് നോമ്പ് പിടിച്ച ആളുകൾ? അബൂബക്കർ സിദ്ദീഖ് മറുപടി പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഇന്ന് ആരാണ് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തത്? ആ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് റസൂലുള്ളാഹ്. ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചത്? ഞാനുണ്ട് റസൂലുള്ളാഹ്. ഇന്ന് ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? ഞാനുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലേ ദിവസം പറഞ്ഞു കൊടുത്തില്ല, നീ ഇതൊക്കെ ചെയ്തു വെക്കണം, നിങ്ങൾ ഇതൊക്കെ ചെയ്തു വെക്കണം, ഒരു ടെസ്റ്റ് ഇടാനുണ്ടെന്ന് പറഞ്ഞിട്ടല്ല. എപ്പോഴും തയ്യാറായിരിക്കുകയാണ്, ജാഗരൂകനായിട്ടിരിക്കുകയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് വന്നാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. തിരിച്ചു വന്നുകൊണ്ട് വിശദീകരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, താങ്കളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, താങ്കളാണ് എന്റെ ഉമ്മത്തിൽ ഞാൻ കഴിഞ്ഞാൽ ആദ്യമായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ട് കടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി മൂസിക ബി വസിയ, എനിക്ക് ഞാൻ ചില വസിയത്തുകൾ തരാം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യഅലം ഇന്ന ലില്ലാഹി ഹഖ്ഖൻ ഫിൻ നഹാരി ലാ യഖ്ബലുഹു ഫിൽ ലൈൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട് പകൽ സമയത്ത്, അത് രാത്രി സ്വീകരിക്കൂല. നീ പകൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പകല് അതിനനുയോജ്യമാക്കി തന്നിട്ടുണ്ട്. നമുക്കറിയാം, പകലുള്ള നമസ്കാരം രാത്രി നിസ്കരിക്കാൻ പറ്റൂല. പകല് നോമ്പ് പിടിക്കുന്നു, രാത്രി നോമ്പില്ല. അപ്പൊ പകലുള്ളത് നീ പകല് തന്നെ ചെയ്യണം, പിന്നീട് ഒരു ദിവസത്തേക്ക് നീ കാത്തു നിൽക്കരുത്. അദ്ദേഹം വീണ്ടും പറയുകയാണ്, വഇന്നല്ലാഹി ഹഖ്ഖൻ ഫിൽ ലൈലി ലാ യഖ്ബലുഹു ഫിൻ നഹാർ, അതുപോലെ രാത്രി നിനക്ക് ചില കടമകളുണ്ട് അള്ളാഹുവിനോട്, അത് പകല് സ്വീകരിക്കൂല. ആ രാത്രി പോയി കഴിഞ്ഞ് വ്യസനിച്ചിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. രാത്രി നമസ്കാരം രാത്രിയാണ് നമസ്കരിക്കണം. വഇന്നഹു ലാ യഖ്ബലു നാഫില ഹത്താ യുഅദ്ദിൽ ഫരീള, ഒരാളുടെയും സുന്നത്തായിക്കൊണ്ടുള്ള ഐച്ഛികമായിട്ടുള്ള ഒരു കർമ്മം സ്വീകരിക്കില്ല ഫർള് അവന് കൃത്യമായിട്ടില്ല എങ്കിൽ. നമ്മൾ തറാവീഹിന് കൃത്യമായിക്കൊണ്ട് ഒരുങ്ങി റെഡിയായി പള്ളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇശ നഷ്ടപ്പെടാൻ പാടില്ല. പിറ്റേ ദിവസം സുബഹിക്ക് നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം. നമസ്കാരത്തിന് ബാങ്ക് കേട്ടിട്ടും പള്ളിയിൽ വരാത്തവന് നമസ്കാരമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മൻ സമിഅ നിദാഅ ഫലം യഅതി ലാ സ്വലാത്ത ലഹു ഇല്ലാ മിൻ ഉദ്ർ, പള്ളിയിലേക്ക് വന്നില്ല, അവന് നമസ്കാരം തന്നെയില്ല. പുരുഷനാണെങ്കിൽ നമസ്കാരം ഇല്ല, ഇല്ലാ മിൻ ഉദ്ർ, ഒരു ഒഴികഴിവില്ലാതെ. അതായത് എന്നോട് പറയാനോ അല്ലെങ്കിൽ ഇവിടുത്തെ മൗലവിനോട് പറയാനോ കമ്മിറ്റിക്കാരോട് പറയാനുള്ള ഒഴികഴിവല്ല. എനിക്ക് ഇരുട്ടായിരുന്നു, വഴിയിലൊക്കെ നായ്ക്കളായിരുന്നു, ഒരു രക്ഷയില്ല, വരാൻ പറ്റുന്നില്ല, ഇതൊക്കെ പടച്ചവനോട് പറയാൻ പറ്റില്ല. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്നും ഇരുട്ടായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനോട് റസൂലുള്ള പറഞ്ഞത് ബാങ്ക് കേട്ടാൽ അത് ഉത്തരം കൊടുക്കണമെന്നാണ്. നമ്മൾ സുബൈക്ക് വന്നിട്ടില്ലെങ്കിലോ ഒരു ഒഴികഴിവ് നമുക്ക് പറയാനില്ലെങ്കിൽ റബ്ബിനോട് പറയാനുള്ള ഒഴികഴിവുണ്ടോ നമ്മൾ ആലോചിക്കണം. ഇല്ലെങ്കിൽ ലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഫർളില്ലാതെ നമ്മൾ തറാവീഹിന് എത്ര ഒരുങ്ങി വന്നാലും അത് സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായികമാണ്, അടിസ്ഥാനമായിട്ടുള്ള ഒരു തത്വമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വഇന്നമാ സഖലത് മവാസീനഹു മൻ സഖലത് മവാസീനഹും യൗമൽ ഖിയാമത്തി ബിഇത്തിബാഇഹിൽ ഹഖ്ഖ ഫിദ് ദുനിയ, ദുനിയാവിലെ ഹഖ് ഹഖായിക്കൊണ്ട് പാലിക്കുന്നവന് മാത്രമാണ് തുലാസിൽ ഭാരം തൂങ്ങുക. ആ തുലാസിൽ ഭാരം തൂങ്ങണമെങ്കിൽ എന്ത് വേണം? അത് പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ടുള്ള സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമായിരിക്കണം. അതല്ലാത്തൊന്നും ഭാരം തൂക്കില്ല. ഇനി ഭാരം കുറക്കുന്ന കാര്യം എന്താണ്? വഇന്നമാ ഖഫ്ഫത് മവാസീനഹും മൻ ഖഫ്ഫത് മവാസീനഹും യൗമൽ ഖിയാമത്തി ബിഇത്തിബാഇൽ ബാത്തിൽ, ബാത്തിലിനെ തുടരുന്ന ആളുകളാണ്. ബാത്തിലിനെ തെറ്റിനെ തുടരുന്ന ആളുകളുടെ തുലാസില് ഭാരം കുറയും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്താണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വഫാത്താവുകയാണ്. വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ് എന്ന ആയത്ത് മരണത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് പാരായണം ചെയ്യാൻ സാധിച്ചു.
മരണത്തിന്റെ വേദന നമ്മൾ ഓടി ഒളിക്കുമ്പോഴും അത് കടന്നു വരുന്ന ആ മരണത്തിന്റെ വേദന വന്നിരിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് പാരായണം ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഫഖാല ഉൻദുറു തൗബൈനി ഹാദൈൻ, ഇതാ 2 വസ്ത്രങ്ങൾ നിങ്ങൾ എടുക്കുക, ഫഗ്സിലുഹ വകഫിനുനി ഫീഹ, ഇത് നല്ലവണ്ണം വൃത്തിയാക്കുക, നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എന്നെ അതിൽ നിങ്ങൾ കഫൻ ചെയ്യുക. ഫഇന്നൽ ഹയ്യ ഇലൽ ജദീദ് അഹ്വജു മിനൽ മയ്യിത്തി, കാരണം എന്താണ്, ഇത് പഴയ തുണിയാണ്, ഈ പഴയ തുണിയിൽ എന്ത് ചെയ്യുക, എന്നെ കഫൻ ചെയ്യുക, നല്ലോണം വൃത്തിയാക്കിയിട്ട് കഫൻ ചെയ്യുക. കാരണം ജീവിച്ചിരിക്കുന്നവർക്കാണ് മരിച്ചവരെക്കാർ പുതിയത് ആവശ്യമുള്ളത്. പുതിയത് എനിക്ക് ആവശ്യമില്ല, ഇത് പെട്ടെന്ന് നുരുമ്പിച്ചു പോകുന്നതാണ്, പെട്ടെന്ന് നുരുമ്പിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് പഴയ തുണി അത് വൃത്തിയാക്കി കഴുകി എന്നെ കഫൻ ചെയ്യുക എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതൊക്കെ ഈ സംസാരങ്ങളൊക്കെ നടക്കുന്നത് അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്താണ് നമ്മൾ ആലോചിക്കണം. അത്ര കൂളായിക്കൊണ്ട് ആ മരണത്തിനെ സമീപിക്കുന്ന അവസ്ഥ, അതവർക്ക് മരണത്തിനെ കുറിച്ച് നേരത്തെ തന്നെ ദിക്റുണ്ടായിരുന്നുകൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്റെ ഭരണപ്രദേശത്ത് ഒരു ആട്ടിൻകുട്ടി എങ്ങാനും വിശന്ന് മരിച്ചുപോയാൽ അള്ളാഹുവിനോട് ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മക്കയിലെ ഏറ്റവും വലിയ പോക്കിരിയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു, ഏറ്റവും ക്രൂരൻ എന്നറിയപ്പെട്ടിരുന്ന, ക്രൂരതയുടെ പര്യായമായിക്കൊണ്ട് റസൂൽ പറഞ്ഞു, ഉമറൈനുകളിൽ ആരെങ്കിലും നീ ഇസ്ലാം കൊണ്ട് ശക്തമാക്കണേ. അബൂജഹലിനെയും ഉമറിനെയും ഉദ്ദേശിച്ച് 2 ഉമറുകൾ എന്നാണ് പറഞ്ഞത്, 2 പോക്കിരികൾ എന്നല്ല, 2 ഉമറുകളിൽ ആരെങ്കിലും ഇസ്ലാമിന് തന്നുകൊണ്ട് നീ ഇസ്ലാമിനെ ശക്തമാക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണപ്രദേശത്ത് പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളെ വേഷപ്രച്ഛന്നായിക്കൊണ്ട് നോക്കി അവിടെ പോയി അവരുടെ സംസാരം കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം സുബഹ് നമസ്കാരം നിർവഹിച്ചതിനു ശേഷം തന്റെ നിയമത്തിലുള്ള അപാകതയാണ് എന്ന് മനസ്സിലാക്കിയ നിയമം തിരുത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാത്മാഗാന്ധി പോലും പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടത് ഉമറിന്റെ ഭരണ പരിഷ്കാരമാണ് എന്ന് പറഞ്ഞു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന അഗ്നി ആരാധകന്റെ കുത്തേറ്റുകൊണ്ട് മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ആരാണ് സഹോദരന്മാരെ? അബൂ ലുഅ്ലുഅത്തുൽ മജൂസി. ഇന്ന് ഇറാനിൽ ചെന്നാൽ അവിടെ അയാളുടെ ജാറം കാണാം. അബൂ ലുഅ്ലുഅത്തുൽ മജൂസി ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിയ അയാളുടെ ജാറം വെച്ച് ആരാധിക്കുന്ന ഷിയാക്കൾ, അവരെ പോലെ നമ്മൾ ഇന്ന് ഷഹീദായിക്കൊണ്ട് കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. സഹോദരന്മാരെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടക്കുന്ന സമയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഞാൻ ചുരുക്കി പറയാം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനെ, താങ്കൾ സന്തോഷിക്കുക, താങ്കൾ എന്തിനാണ്, ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അസ്ലംത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന കഫറൻ നാസ്, ജനങ്ങളൊക്കെ അവിശ്വസിച്ച സമയത്ത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകനോടൊപ്പം നിന്ന ആളാണ് താങ്കൾ. വജാഹത്ത ഔ ഖാതൽത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദലഹുൻ നാസ്, ജനങ്ങളെല്ലാം പ്രവാചകനെ കൈവിട്ടപ്പോൾ ഒപ്പത്തിനൊപ്പം പ്രവാചകനോടൊപ്പം നിന്നതാണ് താങ്കൾ. വതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ അൻ കറാലിൻ, താങ്കളെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. പിന്നെ താങ്കൾ സന്തോഷിക്കുക. വലം യഖ്തലിഫ് ഫീ ഖിലാഫത്തിക റജുലാൻ, താങ്കളുടെ ഖിലാഫത്ത്, താങ്കളുടെ ഭരണം, അതിൽ 2 ആളുകൾക്ക് പോലും ഖിലാഫത്തില്ലായിരുന്നു, 2 ആളുകൾക്ക് പോലും ഖിലാഫില്ലായിരുന്നു, അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അത്ര മനോഹരമായിട്ടുള്ള ഭരണമായിരുന്നു താങ്കളുടേത് എന്ന് അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. വഖുതിൽത ഷഹീദ, താങ്കൾ ഇപ്പോഴിതാ ഷഹീദാവുകയാണ്. ഇത് കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നന്നായിട്ടുണ്ട്, താങ്കൾ എന്നെ പുകഴ്ത്തി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളൊക്കെ പലപ്പോഴും എന്തെങ്കിലും നമ്മൾ ചെയ്താൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും അറിഞ്ഞിട്ട് എന്നോട് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിന്റെ സന്തോഷമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടുകൊണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ആ ഇത് മഖാലത്ത്, താങ്കളുടെ ആ മഖാല, താങ്കളുടെ സംസാരം ഒന്നും കൂടെ പറ, ഈ പറഞ്ഞ ഒന്നും കൂടെ പറ. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫആദ, ഒരിക്കൽ കൂടി ഇത് തന്നെ പറഞ്ഞു. ഫഖാല, അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ മഗ്റൂറു മൻ ഗറർതുമു, ഈ വഞ്ചിതരാകുന്ന ആളുകളുണ്ടല്ലോ ലോകത്ത്, പാവങ്ങള്, നിങ്ങളെ പോലെയുള്ള ആളുകളെ കൊണ്ടാണ് വഞ്ചിതരാകുന്നത്. നിങ്ങളെ പോലെ ഈ പാടി പുകഴ്ത്തുന്ന ആളുകളെ കൊണ്ടാണ് ആളുകൾ മുഴുവൻ വഞ്ചിതരായി പോകുന്നത്. നിങ്ങളുടെ ഈ മദ്ഹ പറച്ചില്, നിങ്ങളുടെ ഈ പൊക്കിപ്പറച്ചില് കൊണ്ടാണ് പല ആളുകളും വഞ്ചിതരായിക്കൊണ്ട് അവര് ഒരു പ്രവർത്തനവും ഇല്ലാതായി പോകുന്നത് ഇതുപോലെയുള്ള ആളുകളെ കൊണ്ടാണ്. ലൗ അന്ന ലീദാ തലഅത്തി ശംസു വഗറബത് ലഫ്തദൈതു ബിഹി മിൻ ഹൗലിൽ മത്ലഅ, ഒരു ദിവസത്തിൽ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിച്ചു പോകുന്നതിന് മുമ്പ് എന്തൊക്കെ നരകത്തിൽ രക്ഷപ്പെടാൻ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്. സഹോദരന്മാരെ, അത്രയും ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളുടെ ഉടമകളായിരുന്നു അവർ, അത്രയും ഇഖ്ലാസുള്ള ആളുകളായിരുന്നു. സ്വന്തം നാട്ടിൽ ഒരു ക്ഷാമം ഉണ്ടായ സന്ദർഭത്തിൽ പ്രജകളൊക്കെ പട്ടിണിയാണ് എന്നറിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ വന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. വെണ്ണയും പാലും റൊട്ടിയും കൊടുക്കുമ്പോൾ ഇനി ഈ ക്ഷാമം മാറുന്നത് വരെ
ഇതൊന്നും ഞാൻ കഴിക്കുകയില്ല എന്ന് പറയുകയും ജനങ്ങളോടൊപ്പം നിന്ന് ശരീരമൊക്കെ മെലിഞ്ഞുണങ്ങി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രത്തോളം ഇന്നൊരു സൗജന്യ റേഷൻ കൊടുത്താൽ നമ്മളൊക്കെ മന്ത്രിമാരെ പൊക്കിപ്പിടിച്ച് നടക്കും. അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും മിനിമം കാര്യമാണ് ചെയ്തത്. അവർ ഭരണകർത്താക്കളാണെങ്കിൽ പ്രജകളോട് ചെയ്യേണ്ട ഏറ്റവും മിനിമം കാര്യം ചെയ്യുമ്പോൾ അത് വലിയ ഫ്ലെക്സ് വെച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ആളുകളാണ്. അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വ്യത്യസ്തനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം മരണപ്പെടുന്ന മരണവെപ്രാളത്തിൽ കിടക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു പറയുകയാണ്, കാൻ റഅസ് അബി അലാ ഫഖദി, എന്റെ തുടയിൽ അദ്ദേഹത്തിന്റെ തല ഞാൻ എടുത്തു വെച്ചു. ഫി മറളിഹില്ലദി മാത ഫീഹി, മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ്, അദ്ദേഹം മരിക്കാൻ സമയത്ത് എന്റെ തുടയിൽ എടുത്തു വെച്ചു. ഫഖാല ലി, അദ്ദേഹം എന്നോട് പറഞ്ഞു, ലഅ റഅസി അലാ അലൽ അർള്, എന്റെ തല നിന്റെ തുടയിൽ നിന്ന് ആ ഭൂമിയിലേക്ക് എടുത്തു വെക്ക്, മണ്ണിലേക്ക് എടുത്തു വെക്ക്. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു വമാ അലൈക കാന അലാ ഫഖദി ഔ അലൽ അർള്, അത് ഭൂമിയിൽ ആണെങ്കിൽ എന്താ, എന്റെ കാലിൽ ഇരുന്നാൽ എന്താ വാപ്പ, രണ്ടും ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വീണ്ടും ദേഷ്യത്തിന് പറഞ്ഞു, ലഅഹു അലൽ അർള്, അതങ്ങോട്ട് തറയിലേക്ക് എടുത്തു വെക്ക്, തല അങ്ങോട്ട് തറയിൽ വെക്കൂ. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി അദ്ദേഹം പറയുകയാണ്, അതിനേക്കാൾ ഉത്തമമായ ആത്മീയ സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഫവളഅതുഹു അലൽ അർള്, ഭൂമിയിലേക്ക് ഞാൻ തലയെടുത്ത് വെച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, വൈലി വൈലി ഉമ്മി ഇല്ലം യർഹംനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ എനിക്കും എന്റെ ഉമ്മക്കും എല്ലാവർക്കും നാശമാണല്ലോ റബ്ബേ, റബ്ബ് കരുണ കാണിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വഫാത്താകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാർ, ഇവർക്കൊന്നും മരണത്തിനെ പേടിയില്ലായിരുന്നു. കാരണം അത്രത്തോളം അവർ ഈ ലോകത്ത് ആത്മാർത്ഥമായിക്കൊണ്ട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മരണത്തിന് ഓർത്തുകൊണ്ടാണ് അവർ ജീവിച്ചത്. ആ വേദനയെക്കുറിച്ച് ഒരു പരാതിയും അദ്ദേഹം പറയുന്നില്ല. ആ കുത്തേറ്റ വേദനയെക്കുറിച്ച് ഒന്നും അദ്ദേഹത്തിന് പറയാനില്ല. ആ സമയത്ത് പോലും സന്ദർശകനായി കടന്നു വന്ന ഒരാളുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ കണ്ടപ്പോൾ, മനുഷ്യ, നെരിയാണിക്ക് താഴെ വസ്ത്രം വരല്ലേ, അത് കയറ്റി കൊടുക്കൂ എന്ന് പറഞ്ഞ, കൈകൊണ്ട് ആംഗ്യം കാണിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, നമ്മളുടെയൊക്കെ അവസാനം നന്നാകണം. നമ്മളെ പ്രവർത്തനത്തിന്റെ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം വരെ മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ പറയുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മുടെ വിഷയമായിക്കൊണ്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നമ്മളൊക്കെ സഹോദരന്മാരാണ്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം, വിശ്വാസികളാണ് എങ്കിൽ. പക്ഷെ നമുക്കിടയിൽ ഏതെങ്കിലും ഒരുത്തരൊരു ഫിത്ന ഉണ്ടാക്കിയാൽ, ആ ഫിത്ന ആളി പടർന്ന് പിടിച്ചാൽ, സഹോദരങ്ങളെ, നമ്മുടെ സഹോദരനാണ് എന്ന ബോധം പോലും നമുക്ക് ഉണ്ടാവുകയില്ല. അവൻ അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചാൽ പോലും നമുക്കൊരു സങ്കടവും തോന്നില്ല. നമ്മളൊക്കെ കാണാറുണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ റോട്ടിലിട്ടുകൊണ്ട് ആളെ അടിച്ചു കൊല്ലുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, ഇത് എങ്ങനെ ചെയ്യാൻ തോന്നും, ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന് ചെയ്യാൻ തോന്നുക. സഹോദരന്മാരെ, വർഗീയതയും ഫിത്നയും ഒരു നാട്ടിൽ പടർന്നു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്നത് എടുത്തു മാറ്റപ്പെടും എന്നുള്ളതിന് ഏറ്റവും വലിയ ചരിത്രമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം കിട്ടുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചതാണ്. എന്നാൽ മുനാഫിക്കുകളുടെ നേതാവ് അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കുകയും വലിയ വലിയ ദുരന്തമായിക്കൊണ്ട് അവിടെ മാറുകയാണ്. വലിയ ഫിത്ന അവിടെ ഉണ്ടാക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അപവാദങ്ങൾ വരുന്നു. സ്വന്തക്കാരും ബന്ധക്കാരും മാത്രമാണ് ഭരണത്തിലുള്ളത്, ഭരണസിരാകേന്ദ്രത്തിലുള്ളത് എന്നതൊക്കെ പറയുമ്പോൾ ആകെ അത് പടർന്നു പന്തലിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാളെ കുറിച്ച് ഒരാൾ പറയാണ്, നിങ്ങളൊന്നും അറിയാത്തൊരു ചെറിയ പ്രശ്നം അയാൾക്കുണ്ട്, അയാള് രാത്രി ഇന്ന തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, ഇതൊരാൾ കേട്ടു, അത് അടുത്ത ആളോട് പറഞ്ഞു. അങ്ങനെ ഇയാളെ എല്ലാവരും തുറച്ചു നോക്കും. അങ്ങനെ നാട്ടിൽ ഇയാൾ കൊള്ളരുതാത്തവനായിക്കൊണ്ട് മാറും. അതുപോലെ തന്നെയാണ് ഒരു നാട്ടിൽ ഫിത്ന ഉണ്ടാകുന്നത്. രണ്ട് പക്ഷമാകും, പ്രശ്നമാകും. എത്രത്തോളം? 82 വയസ്സുള്ള വൃദ്ധനായ ഭരണാധികാരി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കലിലാക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാതെ, ഒന്ന് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോലും സമ്മതിക്കാതെ തടങ്കലിൽ വെച്ചത് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടായതാണ്. വീട്ടു തടങ്കലിലായി പുറത്തവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, 3 കാര്യങ്ങൾക്കല്ലാതെ വധശിക്ഷയില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. ഈ ഹദീസ് നമ്മൾ പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അനുവാദത്തോടുകൂടി കാണാൻ ആ റൂമിലേക്ക് കയറുകയാണ്. അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, കുന്നാമ ഉസ്മാൻ ഫിദ്ദാരി വഹു മഖ്സൂർ, അദ്ദേഹം ബന്ധനസ്ഥരായിരിക്കുന്ന സമയത്ത്. ഫഖറജ യൗമൻ മുതഗയ്യിറൻ, അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ആകെ വിവരണമായിരിക്കുന്നു. ഫഖാല, അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇന്നഹും ലയുവാഇലൂനിൽ ഖത്ൽ, അവരെന്നെ കൊല്ലാനാണോ ആലോചിക്കുന്നത്? പുറത്തു നിന്ന് അവർ ആലോചിക്കുന്നത് കേട്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു പറയുകയാണ്,
എന്നെ കൊല്ലാനാണോ അവർ തീരുമാനിച്ചിരിക്കുന്നത്? ഫഖുൽനാ യക്ഫീകഹുമുല്ലാഹു യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ താങ്കൾക്ക് അവർക്ക് പകരം അല്ലാഹ് മതി, അല്ലാഹ് താങ്കളെ രക്ഷിക്കുമെന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ബിമ യഖ്തുലുനി, അവരെന്തിനാണ് എന്നെ കൊല്ലുന്നത്? വഖദ് സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഇവർ മുസ്ലിങ്ങളല്ലേ. ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബി ഇഹ്ദാ സലാസ്, ഒരു മുസ്ലിമിന്റെ രക്തം ചിന്താൻ മൂന്നേ അവസരത്തിലേ പാടുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ റജുലുൻ കഫറ ബഅദ ഇസ്ലാമിഹി വ മുഫാറഖത്തുൽ ജമാഅ, ഒരാൾ ഇസ്ലാമിൽ നിന്ന് കാഫിറായി പോവുകയും ആ മുസ്ലിങ്ങളുടെ ജമാഅത്തിൽ, ആ സംഘത്തിൽ അവിടെ വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന് വധശിക്ഷയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ. രണ്ടാമത്തെ ഔ സനാ ബഅദ ഇഹ്സാനിഹി, വിവാഹിതനായതിനു ശേഷം വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യന് വധശിക്ഷയാണ്. ഔ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരു മനുഷ്യനെ ഒരു ആവശ്യമില്ലാതെ കൊല്ലുക, ശിക്ഷയല്ലാത്ത നിലക്ക് ഒരു മനുഷ്യനെ വെറുതെ കൊല്ലുക, ഇവർക്കൊക്കെ അല്ലേ വധശിക്ഷയുള്ളൂ. വല്ലാഹി മാ സനൈതു ബിജാഹിലിയത്തിൻ ഔ ബി ഇസ്ലാമിൻ, ഞാൻ ഇസ്ലാമിൽ വന്നിട്ടും ജാഹിലിയത്തിൽ ഞാൻ വിഭജിച്ചിട്ടേ ഇല്ല, ആ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. വലാ ഖതൽതു നഫ്സൻ ബിഗൈരി നഫ്സിൻ, ഒരാളെ ഞാൻ വെറുതെ കൊന്നിട്ടില്ല. വലാ തമന്നൈതു ബിദീനി ബദലൻ മുൻദു ഹദാനി അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഇസ്ലാം അല്ലാത്ത ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല. ഫബിമ യഖ്തുലുനി, എന്നെ എങ്ങനെയാണ് കൊല്ലുന്നത്? എങ്ങനെ അവരെന്നെ കൊല്ലും? എന്ത് ന്യായമാണ് അവർക്കുള്ളത് എന്ന് ചോദിക്കുകയാണ്. സഹോദരന്മാരെ, മുസ്ലിമീങ്ങളാണ് രണ്ടു പക്ഷത്തുമുള്ളത് നമ്മൾ ആലോചിക്കണം. നമുക്കിടയിൽ ഒരു കാരണവശാലും ഒരാൾ നമ്മളോട് മറ്റൊരാളെ കുറിച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് വികസിപ്പിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ പറയണം അയാൾ അങ്ങനെ പറയാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി ചോദിക്കാം, ആ പ്രശ്നം അപ്പ തീർക്കാൻ നമുക്ക് സാധിക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരത്തിനിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം, ഉടനെ തന്നെ പ്രശ്നം തീർക്കണം. അതാണ് നമുക്കിത് തരുന്ന ഒരു പാഠം. സഹോദരന്മാരെ, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖജനാവൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു അടച്ചു വെച്ച പെട്ടി കിട്ടി, അതിന്റെ അകത്തുനിന്ന് ഒരു കത്ത് കിട്ടുകയാണ്. അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിലോ എന്ന നിലക്ക് അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, വസിയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഞാൻ ഉസ്മാൻ, ഞാൻ അള്ളാഹു മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ എന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ, സ്വർഗ്ഗവും നരകവും സത്യമാണ്. വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂരി ഫി യൗമിൻ ലാ റൈബ ഫീ, സംശയമില്ലാത്തൊരു ദിവസം വരാനുണ്ട്, അന്ന് മരണപ്പെട്ടവരെ എല്ലാവരെയും അള്ളാഹു പുനർജീവിപ്പിക്കും, അള്ളാഹു പുനരുദ്ധാനം നടത്തും. വ അന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹുവിന്റെ കരാറ് അതൊരിക്കലും തന്നെ പാലിക്കാതിരിക്കുകയില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതി അലൈഹ യഹ്യ, അതിലാണ് അയാൾ ജീവിച്ചത്. ആര്? തന്നെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുകയാണ്. ഈ ആദർശത്തിലാണ് അയാൾ ജീവിച്ചത്. വ അലൈഹ യമൂത്ത്, അതിലാണ് അയാൾ മരിക്കുന്നത്. വ അലൈഹ യബ്അസ് ഇൻഷാ അല്ലാഹ്, അതിൽ തന്നെ ആ പുനരുദ്ധാന ദിവസം അയാൾ വരിക തന്നെ ചെയ്യും, അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാഹ്. ഇത്രയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിരിക്കുകയാണ്. സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കണം, എത്രയോ മനോഹരമായിക്കൊണ്ടാണ് ഈ ദാരുണം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. എത്ര മനോഹരമായിക്കൊണ്ട് മരണത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒന്നും പറയാൻ സാധിച്ചില്ലെങ്കിൽ എന്ന് വിചാരിച്ച് അത് കൃത്യമായിക്കൊണ്ട് വസിയത്തായിക്കൊണ്ട് എഴുതി വെക്കാൻ സാധിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അവസാനം നന്നാക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ച പല മരണങ്ങളുമുണ്ട്. നല്ല മരണങ്ങൾ, നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന ആളുകളുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നല്ല മരണങ്ങളാണ്. അതുപോലെ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ ദിവസം എല്ലാ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് ഒരുങ്ങി ഇരിക്കുന്ന ആ പെൺകുട്ടി ളുഹറിന്റെ സമയമായപ്പോൾ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു, എനിക്ക് നമസ്കരിക്കണം. അവർ പറഞ്ഞു നമസ്കരിച്ചോളൂ. അങ്ങനെ പോയി റൂമിന്റെ അകത്ത് കയറി. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാടുകളിലെ കല്യാണം നടക്കുമ്പോൾ പെണ്ണിനും ചെറുക്കനും എന്തായാലും നിസ്കാരം ഉണ്ടാവില്ല, വാപ്പക്കും ഉമ്മക്കും പോലും നിസ്കാരം ഉണ്ടാവില്ല, അവിടെ കൂടുന്ന പല ആളുകൾക്ക് നിസ്കാരം ഉണ്ടാവില്ല. ഈ പെണ്ണ് കൃത്യമായിട്ട് നിസ്കാരമുള്ള പെണ്ണായതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു റൂമിൽ കയറി വാതിലടച്ചു. അതിനുശേഷം പുതിയാപ്പിളയൊക്കെ വന്നതിന് ശേഷം പെണ്ണിനെ കാണാത്തത് കൊണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോ ആ നിസ്കാരപ്പായൽ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സഹോദരങ്ങളെ, അതൊക്കെ എത്ര മനോഹരമായിട്ടുള്ള മരണമാണെന്ന് നമ്മൾ ആലോചിക്കണം. അവർക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ സാധിച്ചോളുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും ചിരിക്കുന്ന മയ്യത്ത്, കരയുന്ന മയ്യത്ത്, ഇതൊക്കെ നമ്മളിവിടെ നിന്ന് വിലയിരുത്തും, മോശം മരണമായിരുന്നു. ഇപ്പൊ കുത്തേറ്റുകൊണ്ട് മരിച്ച ആള്, ക്യാൻസർ കൊണ്ട് കഠിന വേദന കടിച്ചമർത്തിക്കൊണ്ട് മരണക്കിടക്കിൽ കിടക്കുന്ന ആള്, അവരുടെ ചുണ്ടും മുഖമൊക്കെ ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാകും, വികൃതമായിട്ടിരിക്കുന്നുണ്ടാകും. എന്നുവെച്ചാൽ അവർ നരകത്തിലാണ്. അവരുടെ കാര്യം പോക്കാണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ല മരണം ചീത്ത മരണമൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്.
സഹോദരങ്ങളെ, ഇതൊക്കെ പ്രത്യക്ഷത്തിൽ സ്വഹാബത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. അവർക്ക് ദുനിയാവിനോട് ഒരു മോഹമില്ലായിരുന്നു. ഇത് നമ്മൾ ഓരോരുത്തരെയും പഠിക്കണം. ഇനി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല. സഹോദരന്മാരെ, ഇവരൊക്കെ ആ മരണത്തിന്റെ സമയത്ത് നന്നായി സംസാരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് മരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചില വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ കുറിച്ച് പറഞ്ഞത്, നിഅമർ റജുൽ മുആദ് ബിൻ ജബൽ, മുആദ് എന്ത് നല്ല മനുഷ്യനാണ്. ആരാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്ത് നല്ല മനുഷ്യനാണ് മുആദ് എന്ന് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, അർഹമിന്നാസ ബി ഉമ്മത്തി അബൂബക്കർ, എന്റെ ഉമ്മത്തിലെ ഏറ്റവും കരുണയുള്ളത് അബൂബക്കറിനാണ്. വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം മുആദ്, ഹറാമിനെയും ഹലാലിനെയും ഏറ്റവും നന്നായി വേർതിരിച്ചറിയുന്നത് മുആദിനാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണത്തിന്റെ സമയത്ത് അദ്ദേഹം പറയുകയാണ്, യാ റബ്ബി ഇന്നനി കുൻതു അഖാഫുക്, ഞാൻ അള്ളാഹിനെ പേടിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ നിന്നെ പേടിച്ച് ജീവിച്ചാണെന്ന് നിനക്കറിയില്ല റബ്ബേ, നിനക്കറിയുമല്ലോ എന്നാണ് ചോദ്യം. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയും, എടാ നിനക്ക് എന്നെ അറിയില്ലേ, ഞാൻ അങ്ങനെയല്ല, ഞാൻ നീ പറഞ്ഞ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ, നീ എന്നോട് പറഞ്ഞോ, ഞാൻ ഒരാളോട് മിണ്ടൂല, ഇതൊക്കെ പറഞ്ഞിട്ട് നാട് മുഴുവൻ പറഞ്ഞു കിടക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർ. അതുപോലെ നമ്മുടെ കൂട്ടുകാരോട് പറയുന്ന പോലെ നിനക്ക് എന്നെ അറിയുമെന്ന് ചോദിച്ചതല്ല, എല്ലാം അറിയുന്ന റബ്ബിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി ഇന്നനി കുൻതു അഖാഫുക്, ഞാൻ നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. വഅനൽ യൗമ അർജൂക്, എന്നാൽ ആ ഭയപ്പെട്ടതിന്റെ ഫലം ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഇന്ന് നിന്നിൽ എനിക്ക് പ്രതീക്ഷയാണുള്ളത്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നനി മാ കുൻതു ഉഹിബ്ബു ദുനിയാ, റബ്ബേ നിനക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഈ ദുനിയാവ് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ ദുനിയാവിനോട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു നിനക്കറിയാം. റബ്ബിനോടാണ് പറയുന്നത്. നമ്മൾ പറയാന്ന് വിചാരിക്കുക, റബ്ബേ എനിക്ക് ദുനിയാവ് ഇഷ്ടമില്ലെന്ന് നിനക്കറിയാന്ന് പറഞ്ഞാല് റബ്ബ് അവിടെ നിന്ന് പറയും, നിന്റെ മൊബൈലിന് ഒരു തകരാറും ഇല്ലാന്നിട്ട് നീ ഇന്നലെ ആലോചിച്ചില്ല നിന്റെ മൊബൈൽ മാറ്റി ഒരു ഐഫോൺ മേടിക്കാൻ, നീ ഇന്നലെ ആലോചിച്ചില്ലടാ എന്ന് റബ്ബ് പറയൂലേ. നിന്റെ കാറിന് ഒരു തകരാറില്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ കാറ് കണ്ടിട്ട് നിനക്ക് പെരുമ അടിക്കാൻ വേണ്ടിട്ട് നീ അടുത്ത മേടിക്കാൻ വേണ്ടി പലിശക്ക് പൈസ എടുത്തിട്ടെങ്കിലും മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവനല്ലേ, പിന്നെ നീ എന്താണ് ഈ പറയണെന്ന് റബ്ബ് ചോദിക്കൂലേ. നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി ആലോചിക്കുക. നമുക്ക് ദുനിയാവിനോടാണ് സ്നേഹം, പരലോകത്തിനോടാണ് സ്നേഹം, നമുക്ക് അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് അങ്ങനെ ജീവിച്ച ആൾ അള്ളാഹിനോട് പറയാണ്, നിനക്കറിയാം ദുനിയാവിനോട് എനിക്ക് ഒരു സ്നേഹമില്ല. ലി തൂലിൽ ബഖാ, ഇതിൽ ഒരുപാട് നാൾ ജീവിക്കാന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ലി ജരിയൽ അൻഹാർ വലാ ലി ഗർസിൽ അഷ്ജാർ, കുറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള വിനോദങ്ങള്, കുറെ നദികൾ ഒഴുക്കുക, ഇതൊന്നുമല്ല എനിക്ക് താല്പര്യം. പക്ഷേ ഞാൻ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാല് നിനക്ക് വേണ്ടി വെള്ളം ഒഴിവാക്കാൻ, ഭക്ഷണം ഒഴിവാക്കാൻ, നോമ്പ് പിടിക്കാനാണ്. നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. ഖിയാമുല്ലൈൽ, ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചത് ഖിയാമുല്ലൈൽ നമസ്കരിക്കാൻ വേണ്ടിയാണ്. മുജാലിസത്തുൽ ഉലമാഇ, അതുപോലെ തന്നെ അറിവുള്ള പണ്ഡിതന്മാരോടൊപ്പം, നല്ല ഉലമാക്കളോടൊപ്പം, അല്ല പണ്ഡിത വേഷധാരികളല്ല ഉദ്ദേശിച്ചത്, ഉലമാക്കളോടൊപ്പം, അറിവ് നേടാൻ സാധിക്കുന്നവരോടൊപ്പം അവിടെ ഇരിക്കാനുമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് നിനക്കറിയില്ലേ റബ്ബേ എന്ന് ചോദിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ വെറുതെ ദുനിയാവിന് വേണ്ടി തന്നെ ഓടിയാൽ ഇതുപോലത്തെ ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് വലിയ വേദനയായിരിക്കും. ഇന്ന് ഖബറിൽ കിടക്കുന്ന എല്ലാവരും, ഒരുവിധ ആളുകൾക്ക് നിരാശരായിട്ടായിരിക്കും കിടക്കുന്നത്. പലരും മരിച്ചു പോകുന്ന നിരാശരായിട്ടാണ്. എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, കിട്ടിയതിനെ കുറിച്ചൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് 3 ദിവസം മുമ്പ് സ്വഹാബത്തിനോട് പറയാണ്, ലാ യമൂതന്ന അഹദും മിൻകും, നിങ്ങൾ ആരും മരിച്ചു പോകരുത്, ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹി അസ്സ വജല്ല, അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരത്തോടു കൂടി എല്ലാം മരിച്ചു പോകരുത്. നമ്മളോടൊക്കെ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ല വിചാരമായിരിക്കും. പക്ഷെ നമ്മള് എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറയുമ്പോ, നമ്മൾ കിട്ടിയതൊക്കെ വിസ്മരിച്ചു പോകുമ്പോ അള്ളാഹ് എനിക്കത് തന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹ് എനിക്ക് തരാത്തവനാണെന്ന് അതിന്റെ അർത്ഥം. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടുകൊണ്ടല്ല, നല്ല വിചാരത്തോടു കൂടി അല്ല മരിച്ചു പോകുന്നത്. നമ്മൾ എപ്പോഴും അൽഹംദുലില്ലാ തൃപ്തിയോടുകൂടി മരിച്ചു പോകാൻ സാധിക്കണം. അതിനെന്ത് വേണം? മരണത്തെ കുറിച്ചുള്ള ചിന്ത വേണം. ആ മരണത്തിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് ചെറിയ വരുമാനത്തോടുകൂടി ജീവിക്കാൻ പോലും സഹായിക്കുമെന്ന് നമ്മൾ ആമുഖമായിക്കൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു ചിന്ത ഇല്ലാത്തൊരു അവസരം പോലും നമുക്ക് ഒരു സമയത്തും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മരണചിന്തയോടുകൂടി തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അദ്ദേഹത്തിന് വന്ന് എല്ലാവരും സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബു ലിഖാഅക, അല്ലാഹുവേ ഞാൻ നിന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളാണ്. വ അഹിബ്ബു ലിഖാഇ, എന്നെ കണ്ടുമുട്ടാൻ നീയും ഇഷ്ടപ്പെടണേ റബ്ബേ. നമുക്കും പ്രാർത്ഥിക്കാം. സഹാബത്തിനെ മാതൃകയാക്കാൻ സഹോദരന്മാർ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളൊക്കെ നമ്മളെ കടന്ന് ജയിച്ചു പോയി കഴിഞ്ഞ ആൾക്കാരാണ്.
അവർക്ക് മാത്രമല്ല സ്വർഗത്തിലെത്താൻ സാധിക്കുക. വല്ലദീനത്തബഅഹും ബിഇഹ്സാൻ, അവരുടെ നന്മ പിന്തുടരുന്ന ആളുകൾ, അതാണ് നമുക്ക് സാധിക്കുക. അവരുടെ നന്മകൾ എന്താണോ അത് പിന്തുടർന്നുകൊണ്ട് ജീവിച്ചാൽ അവസാനം നന്നാക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കും. അബൂ ഹുറൈറ അല്ലാഹു പറഞ്ഞു, എന്നെ കണ്ടുമുട്ടുന്നത് റബ്ബേ നീയും ഇഷ്ടപ്പെടണമേ. നമ്മളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നോമ്പുകാരന്റെ സന്തോഷത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ലിസ്വാഇമി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, അവന്റെ നോമ്പ് തുറക്കുന്ന സമയത്ത് അവനുള്ള സന്തോഷം. ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക, അള്ളാന്റെ മുഖം എനിക്ക് കാണാൻ സാധിക്കണം, അതിന്റെ ഒരു ആഗ്രഹമായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ആരൊക്കെ ഉണ്ട്? നമ്മൾ ഓരോരുത്തർ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ മതി. നമ്മളൊക്കെ പലതും കാണണമെന്ന് ആഗ്രഹിക്കും. ലുലുമാള് കാണണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മക്ക രാജ്യത്ത് പോയി ഉംറക്ക് പോകുന്ന ആളുകള് അങ്ങോട്ട് അടുത്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കഅബ ദൂരെ കാണുമ്പോൾ രംഗങ്ങളൊക്കെ പറയണേ, ഞാൻ പോയിട്ടില്ല. അപ്പോ അതിന്റെ ഒരു സന്തോഷം, അപ്പൊ അതിനേക്കാളൊക്കെ എത്ര സന്തോഷമായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല കാണുമ്പോൾ. സ്വർഗം ലഭിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, നന്മ ചെയ്ത ആളുകൾക്ക് നന്മ പ്രതിഫലം കിട്ടും, വസിയാദ, വർദ്ധിച്ച പ്രതിഫലം കിട്ടും. എന്താണ് ഈ വർദ്ധിച്ച പ്രതിഫലം? സഹാബത്ത് ചോദിച്ചു, പിന്നെന്താണ് സ്വർഗ്ഗമല്ല ഞങ്ങൾക്ക് എന്താണ്? അപ്പൊ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ നീക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുന്ദരനാണ്, അല്ലാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. ആ സൗന്ദര്യം കാണാൻ അതെനിക്ക് കൊതിയാണ് എന്ന് പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, നമ്മളോട് തന്നെ ചോദിക്കണം, നമുക്കത് കാണാൻ കൊതിയുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ നമുക്ക് ഇഷ്ടമുണ്ടോ എന്ന് സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതുകൊണ്ട് നമ്മളെ ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് അമലു സ്വാലിഹാത്തിലൂടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം. ഒപ്പം നമുക്കൊരു അവസാനമുണ്ട്, അന്ന് സമർപ്പിക്കേണ്ടതാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ എന്നൊരു ബോധം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. മഹാനായ അത്താ സലമി റഹ്മഹുള്ളയുടെ സംഭവം മാത്രം വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം പുതപ്പുകളും വിരിപ്പുകളും ഒക്കെ നല്ല ഭംഗിയായിക്കൊണ്ട് നെയ്യുന്ന ഒരു നല്ല പണിക്കാരനായിരുന്നു. അദ്ദേഹം അതൊക്കെ നെയ്ത് കച്ചവടക്കാരെടുത്തുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആ കച്ചവടക്കാരൻ പറയുകയാണ്, അത്താ എന്ത് പറ്റി? കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ കൊണ്ടുവന്നതിനേക്കാൾ ഭംഗി കുറവാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അപ്പൊ ഇത് കേട്ട് കച്ചവടക്കാരൻ പറയാണ്, എന്തിനാ കരയുന്നത്? ഞാൻ അതിന്റെ ഒരു അപാകത സൂചിപ്പിച്ചത് മാത്രം. താങ്കൾ കഴിവുള്ളവരാണ്, ഇനിയും നല്ലതൊക്കെ നെയ്ത് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിക്കും. അപ്പൊ അദ്ദേഹം പറയാണ്, താങ്കളുടെ വാക്ക് കേട്ടുണ്ടല്ലോ ഞാൻ കരഞ്ഞത്. എനിക്ക് ഇനി യമനിൽ നിന്ന് നല്ല നൂലുകൾ കൊണ്ടുവന്ന് ഇതിനേക്കാൾ ഭംഗിയായിക്കൊണ്ട് നെയ്ത് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് കൊണ്ടുപോകാൻ ഞാൻ നമസ്കാരവുമായി കാത്തു നിൽക്കുന്നുണ്ട്, നോമ്പുണ്ട്, പല കർമ്മങ്ങളുമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അതായെ നിന്റെ നമസ്കാരത്തിൽ ഖുശൂഇന്റെ നൂലിന്റെ നിറം പോരല്ലോ എന്ന് അല്ലാഹു പറഞ്ഞാൽ, നിന്റെ നോമ്പിൽ തഖ്വയുടെ നൂലിന് ഭംഗിയില്ലല്ലോ എന്ന് അല്ലാഹു പറഞ്ഞാൽ, നിന്റെ സക്കാത്തിൽ ആത്മാർത്ഥതയില്ലല്ലോ അതായെ എന്ന് അല്ലാഹു പറഞ്ഞാൽ, അത് തിരിച്ചു വന്നുകൊണ്ട് നന്നാക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് അത്താ സലമി റഹ്മഹുല്ല പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, പ്രവർത്തിക്കാൻ നമുക്കുള്ള ലോകമാണിത്. ഇവിടെ ഒരാൾ നമ്മളോട് ചോദിക്കില്ല, ഒരു ഹിസാബും ഇവിടെ നമുക്കില്ല. ഹിസാബ് മാത്രമുള്ള ലോകത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് എന്റെ നോമ്പ്. അത് മനസ്സിലാക്കേണ്ടി 17 നോമ്പ് കഴിഞ്ഞു. അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കണം. ഇനി അടുത്ത നോമ്പുകളെല്ലാം കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആഖിബത്ത്, അതാണ് നന്നാകേണ്ടത്. അൽവൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, നോമ്പ് കൊണ്ട് നേടാൻ പറഞ്ഞ തഖ്വയാണെങ്കിൽ ആ തഖ്വ നേടിയെടുത്തവനാണ് ആഖിബത്ത്, നല്ല പര്യവസാനം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി മരണപ്പെടാൻ കിടക്കുമ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിന്ന് കരയുകയാണ്. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് വേദനിക്കുന്നത്? എന്റെ ജീവിതം അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. സുഹൃദിന്റെ വിരക്തിയുടെ പര്യായമായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരൊറ്റ ആയത്ത് ഓതി. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, തിൽക ദാറുൽ ആഖിറ, അതാണ് അന്ത്യഭവനം, അതാണ് ദാറുൽ ആഖിറത്ത്, അതാണ്. അത് ആർക്കാണുള്ളത്? നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ, ഈ ഭൂമിയിൽ ഒരു ഔന്നത്യവും നടിക്കാത്ത, ഒരു അഹങ്കാരവും നടിക്കാത്ത, ഇവിടെ ഒരു ഫസാദും ഉണ്ടാക്കാത്ത, എന്നെ കൊണ്ട് ഇവിടെ യാതൊരു ദോഷവും ആർക്കും ഉണ്ടാക്കാൻ പാടില്ല, എന്നെ കൊണ്ട് ഇവിടെ ഒരു പ്രശ്നം എന്റെ പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ല, ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു വിള്ളലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ജീവിച്ച, അതുപോലെ ഒരു ഔന്നത്യവും നടിക്കാത്തവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് നല്ല പര്യവസാനം. തഖ്വ നേടിയെടുക്കാൻ സാധിച്ച ആളുകൾക്ക്, ആ തഖ്വ നേടിയെടുക്കാൻ നിരന്തരം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നമസ്കാരത്തിലൂടെ എല്ലാ ദിവസവും, സുന്നത്ത് നോമ്പുകളിലൂടെ എല്ലാ ആഴ്ചകളിലും,
അതേ സുന്നത്ത് നോമ്പുകളിലൂടെ എല്ലാ മാസവും, സക്കാത്തിലൂടെയും റമദാനിലൂടെയും എല്ലാ വർഷവും ശുദ്ധീകരിക്കാൻ, ആയുഷ്കാലത്തിൽ എപ്പോഴെങ്കിലുമുള്ള ഒരു ശുദ്ധീകരണമായിക്കൊണ്ട് ഹജ്ജ്, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് സ്വീകരിക്കാൻ അതിനാണ് നമ്മൾ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വരേണ്ടത്. മലവെള്ളപ്പാച്ചിലൂടെ ഒഴുകിപ്പോകുമ്പോൾ ഒരു കയർ നമുക്ക് ഇട്ട് തന്നാൽ അതിൽ പിടിച്ചാൻ കയറില്ല എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് തരുന്ന പിടിവള്ളികൾ അത് ഉപയോഗപ്പെടുത്തി മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ മത്സരിക്കേണ്ടത് ഈ പറഞ്ഞ സ്വഹാബാക്കളോടും താബിഈങ്ങളോടും ഒക്കെയാണ്. അവരുടെയൊക്കെ മഹത്വമായിട്ടുള്ള ആ ഉത്കൃഷ്ടമായ ജീവിതത്തിനോട് മത്സരിച്ചാണ് നമ്മൾ സ്വർഗത്തിലെത്തേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നല്ല രീതിയിൽ അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മനസ്സിലാക്കിയ സത്യം നമ്മൾ കൂട്ടായ്മയായി നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് തൗഹീദിന്റെ പ്രബോധകരും പ്രചാരകരുമായിക്കൊണ്ട് മാറാൻ നമുക്ക് സാധിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ആരൊക്കെ എന്ത് പറഞ്ഞാലും അത് തുറന്നു പറയാൻ നമുക്ക് സാധിക്കണം. ലാ തഅമുറന്ന ബിൽ മഅറൂഫ് വലാ തൻഹൗന അനിൽ മുൻകർ ഔ ലാ യൂഷികന്ന അല്ലാഹു അയ്യബഅസ അലൈക്കും അദാബൻ മിൻ ഇൻദിഹി സുമ്മ ലാ തദ്ഊനഹു ലാ യസ്തജാബു ലഹു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉത്തരം കിട്ടില്ല. എന്താണ് കാരണം? എന്താ? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തന്നെ വേണം. നമ്മൾ പറയാത്തതുകൊണ്ട് ഒരു കള്ളുകുടിയൻ ഈ നാട്ടിലുണ്ടെങ്കിൽ, നമ്മൾ പറയാത്തത് കൊണ്ട് ഒരു വ്യഭിചാരി, നമ്മൾ കണ്ടിട്ടും കാണാത്ത പോലെ പോന്ന ഒരു ശിർക്ക് ചെയ്യുന്നവൻ ഈ നാട്ടിലുണ്ടെങ്കിൽ, തോന്നിവാസം പെരുകിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഹത്തിലുള്ള ശിക്ഷകൾ നിങ്ങൾക്ക് വരും, പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പോലും ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അതിനൊക്കെ തയ്യാറായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വരണം. എങ്കിൽ ഇതിലൊക്കെ നമ്മൾ വ്യാപൃതരായിക്കൊണ്ട് നമ്മൾ ജീവിച്ചാലോ നമുക്ക് നല്ല രീതിയിൽ മരണപ്പെട്ടു പോകാൻ സാധിക്കും. ഇതുപോലുള്ള കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നിവാസങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. ചെറുപ്പക്കാരൊക്കെ നമ്മൾ പണ്ടൊക്കെ അടുപ്പിച്ച് നിർത്തിയിരുന്ന MSM ISM എന്നൊക്കെ പറഞ്ഞ് അടുപ്പിച്ച് നിർത്തി ഒരു വണ്ടിയൊക്കെ വിളിച്ച് പരിപാടിയൊക്കെ കൊണ്ടുപോയി അവരതിന് വ്യാപൃതരായി ഇരുന്നപ്പോ ഇതുപോലുള്ള മയക്കുമരുന്ന് പ്രശ്നങ്ങളൊന്നും അത്രത്തോളം ഇല്ല. ഇന്ന് പല പല ദിക്കിലേക്ക് കുട്ടികൾ തോന്നിയ പോലെ നടക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും അവരെ പിടിച്ച് ചേർത്ത് ഓരോരോ ജോലി കൊടുത്ത് ഓരോരോ ഡ്യൂട്ടി കൊടുത്ത് അവരെ അടുപ്പിച്ചടുപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മളും കൂടി ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിട്ടുപോകാതെ, വിള്ളലുകൾ ഉണ്ടാകാതെ ഒറ്റക്കെട്ടായിക്കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ മരണം വരെ ഈ നോമ്പും എല്ലാ കാര്യങ്ങളും അതെല്ലാം മരണം വരെയാണ്. ആ മരണം വരെ കൃത്യമായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്റെ ആയുസ്സിലെ ഏറ്റവും നല്ലത് അവസാന ഭാഗമാക്കണമേ, എന്റെ പ്രവർത്തനങ്ങളിൽ അവസാന ഭാഗം നന്നാക്കണമേ, അള്ളാഹു നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ഏറ്റവും ഭംഗിയുള്ള ദിവസമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ തൗഹീദ് അതിൽ ഉറച്ചു നിന്ന് മരണപ്പെടുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ربنا تقبل منا صلاتنا ودعاءنا وصيامنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.